കുറുമല ചേലക്കര സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ചു അർപ്പിച്ച വിശുദ്ധ കുർബാനയിലെ പ്രസംഗം പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചാണ്. ദൈവമാതാവ് നമ്മുടെ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു, തൻ്റെ ഭക്തരുടെ മേൽ ദൈവം തലമുറകൾ തോറും കരുണ വർഷിക്കും. തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഭക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സങ്കീർത്തകൻ പറയുന്നു, ദൈവമേ, ദൈവഭക്തിയില്ലാത്ത ആളുകളിൽ നിന്ന് എൻ്റെ ജീവനെ നീ സംരക്ഷിച്ചുകൊള്ളണമേ എന്ന്. ദൈവഭക്തിയില്ലാത്ത മനുഷ്യർ, എവിടെ ദൈവഭക്തിയില്ലാത്തവരുണ്ടോ അവിടെ പ്രിയപ്പെട്ടവരെ അപകടങ്ങൾ നമ്മൾ പോലും അറിയാതെ അത് കുമിഞ്ഞുകൂടും. അപകടങ്ങൾ ഉണ്ടാവും, സംശയമൊന്നുമില്ല. ദൈവഭക്തി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. 10 നീതിമാന്മാരും ദൈവഭക്തരും സൊദോം ഗൊമോറയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ നഗരം നശിപ്പിക്കപ്പെടുകയില്ലായിരുന്നു എന്നുള്ള തിരുവെഴുത്ത് നമ്മൾ വചനത്തിലൂടെ വായിക്കുന്നുണ്ടല്ലോ. അതെ, നീതിമാന്മാരെവിടെയാണോ അവരുടെ തലമുറയാണ് അനുഗ്രഹിക്കപ്പെടുക. ഇനി നീതിമാൻ ആരാണ്? നീതിമാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊടുക്കുന്നവനാണ്. എല്ലാവർക്കും അർഹതപ്പെട്ടത് അവർക്ക് നൽകുന്നവനാണ് ഒരു നീതിമാൻ അല്ലെങ്കിൽ ഒരു ദൈവഭക്തൻ. ദൈവത്തിന് നമ്മൾ കൊടുക്കാനായിട്ടുള്ളത് അവിടത്തേക്കുള്ള ആരാധനയാണ്. നമ്മുടെ വികാരിയച്ഛൻ ഇന്ന് നമ്മളോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് പ്രാർത്ഥിക്കണം, ഉച്ചസ്വരത്തിൽ പ്രാർത്ഥിക്കണം എന്ന്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു അച്ഛനെ കാണാനിടയായി. നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു അച്ഛനാണ്. പക്ഷേ ഒരക്ഷരം പോലും ആ നാവിൽ നിന്ന് വീഴാൻ ഇടയാവുന്നില്ല. രോഗമായി പോയി, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് പ്രശ്നമായി. തൻ്റെ മധുര സ്വരം അത് വീണ്ടും കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ അച്ഛൻ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സ്വരം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ആരാധിക്കുന്നതാണ് ദൈവഭക്തി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന വലിയ അത്ഭുതങ്ങളെ നമ്മൾ കാണുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിറമേലച്ഛനെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഇല്ലേ? ചിറമേലച്ഛൻ നമ്മുടെ കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അദ്ദേഹം ഇങ്ങനെ വൃക്കരോഗികളുടെയും അതുപോലെ തന്നെ വളരെ വർഷങ്ങളായിട്ട് നീണ്ട രോഗാവസ്ഥയിൽ കിടക്കുന്ന ക്യാൻസർ രോഗബാധിതരുടെയും ഒക്കെ ഭവനങ്ങളിൽ അദ്ദേഹം പോവുകയും ചില സമയങ്ങളിൽ അവിടെ അന്തി ഉറങ്ങുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. അന്നൊരു ദിവസം അദ്ദേഹം അന്തി ഉറങ്ങിയത് ഇതുപോലെ ഡയാലിസിസ് ആഴ്ചയിൽ 3 തവണ ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരൻ്റെ വീട്ടിലാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ മകൻ അച്ഛനോട് പറയുകയാണ്, അച്ഛാ, എനിക്ക് വലിയ കൊതിയാണ്. അപ്പം അച്ഛൻ വിചാരിച്ചു ഭക്ഷണം കഴിക്കാനുള്ള കൊതിയായിരിക്കും. അപ്പം ആ മകളോട് അച്ഛൻ പറഞ്ഞു, മോളെ, എടി, ഇവൻ എന്തെങ്കിലുമൊക്കെ നീ ഉണ്ടാക്കി കൊടുക്ക്, അവൻ കഴിക്കട്ടെ. അപ്പം അവൻ പറഞ്ഞ കാര്യം നമ്മളെല്ലാവരെയും ഭാരപ്പെടുത്തുന്നതാണ്. അവൻ പറഞ്ഞതെന്നറിയാമോ? അച്ഛാ, എനിക്ക് ഭക്ഷണം കഴിക്കാനല്ല കൊതി. മക്കൾ കേൾക്കുന്നുണ്ടോ? നന്നായിട്ടിരിക്കേ. എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള കൊതിയല്ല, പിന്നെന്തിനാണ്? എനിക്കൊന്ന് മൂത്രം ഒഴിക്കാനാണ്. എൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ എനിക്ക് ദൈവം തന്നിരിക്കുന്നത് കൊണ്ടോ ആ അനുഗ്രഹം കൊണ്ട് എനിക്ക് എൻ്റെ ശരീരത്തിൽ കലർന്നിരിക്കുന്ന യൂറിയ ഉൾപ്പെടെയുള്ള വിഷാംശങ്ങൾ ഒന്ന് പുറത്തേക്ക് കളയാൻ ഞാൻ കൊതിക്കുകയാണ്. നമ്മളാരും ഇന്ന് നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്തപ്പോൾ നമ്മൾ ഒരു മെഷീൻ്റെ സഹായമൊന്നും ഇല്ലായിരുന്നല്ലോ. രാവിലെ എഴുന്നേറ്റു, നമുക്കിഷ്ടമുള്ളപ്പോൾ ബാത്റൂമിൽ പോയി നമ്മുടെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാരും ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയുടെ ആ ആഴം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ആരടാ വലിയവനെന്ന് ചോദിച്ചാൽ അത് ഞാനല്ലാതെ പിന്നെ ആരാടാ എന്ന് ചോദിക്കുന്ന അവസ്ഥ. അതെ, ഒരു പനിക്ക് പോലും ഇല്ലാത്ത മനുഷ്യൻ്റെ ഈ
വീര ചരിത്രങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ വീമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവഭക്തി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും അവിടുത്തോട് നന്ദി പറയുന്നതാണ്. ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചു. എഴുന്നേറ്റ് ഞാൻ എൻ്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. എനിക്ക് ഈ ദൈവാലയത്തിൽ വരാൻ വന്നു. ഞാൻ ഇവിടെ ആയിരുന്ന് നിന്നെ ആരാധിക്കുവാൻ സാധിക്കുന്നു. പ്രിയ മക്കളെ, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാകുന്നു എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ദൈവഭക്തിയുള്ളവരാകുന്നത്. അതല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഇതെല്ലാം അങ്ങ് സാധാരണ രാവിലെ അമ്മ എഴുന്നേറ്റ് കട്ടൻ കാപ്പി ഉണ്ടാക്കി നമുക്ക് തരുന്നത് പോലെ. പക്ഷേ ഈ അമ്മ എഴുന്നേൽക്കണമെന്നും രാവിലെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഉറങ്ങുമ്പോൾ പോലും ഈ അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഈ കട്ടൻ കാപ്പി ഉണ്ടാക്കി നമ്മൾ കിടക്കുന്നിടത്തോ ഒക്കെ കൊണ്ടുവന്ന് തരുന്നതോ അത് ആ അമ്മയുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കണ്ട് നമ്മളങ്ങ് പോവുക. ഒരിക്കൽ പോലും നമ്മളൊരു നന്ദി പറഞ്ഞിട്ടില്ല. നന്ദി പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്കൊരു വികാരമുണ്ടാവണം, ഒരു വികാരമുണ്ടാവണം. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രിയ മക്കളെ നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരാകുന്നത്. ദൈവത്തോട് നന്ദിയുള്ളവരാവണം. നമ്മുടെ ഈ ആരാധന എന്ന് പറയുന്നത് അതാണ്. എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്, പാട്ടുകളുമൊക്കെ ഉണ്ട്. അതൊരു കാർത്തികേയൻ എന്ന് പറയുന്ന ഒരു തലവടി എന്ന് പറയുമ്പോൾ തകഴി ആ പ്രദേശത്തുള്ള ഒരു മകൻ്റെ സാക്ഷ്യമാണ്. എത്ര സുന്ദരവും മനോഹരവുമാണ്. അദ്ദേഹം ദൈവത്തെ, യേശുക്രിസ്തുവിനെ അറിഞ്ഞത് ഈ അടുത്ത സമയത്താണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഊർജം. ഞാൻ എന്നിട്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മറ്റൊരു സഭാവിഭാഗത്തിൽപ്പെട്ട മകനാണ്. ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് എൻ്റെ അഭിനന്ദനങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കാർത്തികേയൻ പാടിയിട്ടുള്ള ഒരു പാട്ടിൻ്റെ ശകലം കേൾക്കാതെ ഞാൻ ഉറങ്ങില്ല എന്ന്. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ ദൈവം കൊടുത്ത പാട്ട് പാടാൻ, തബല വായിക്കാൻ ഒക്കെയുള്ള ഒരു താലന്തുണ്ട്. അത് നന്നായി പ്രയോജനപ്പെടുത്തുകയാണ്. യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട്, കർത്താവിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമുക്ക് ഈ 75 വർഷത്തിൻ്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ അവനെ സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു? സാധിക്കുന്നുണ്ടെങ്കിൽ സന്തോഷം, നമുക്ക് സാധിക്കണം. നമ്മൾ എവിടെയായിരുന്നാലും യേശു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാവണം. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട കുഞ്ഞു മക്കളോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. നിങ്ങൾ കോളേജിൽ പോകുന്നു, നിങ്ങൾ സ്കൂളിൽ പോകുന്നു, അവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു പൈതലായിട്ട് നിങ്ങളവിടെ ആയിരിക്കണം. നിങ്ങൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ കുരിശ് വരയ്ക്കണം, മറ്റുള്ളവരത് കാണട്ടെ. അവിടെ ഒരു ദൈവാലയം ഉണ്ടെങ്കിൽ ആ ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കണം. ഒരു കുരിശടി ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെയാണ് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊപ്പം നടക്കുമ്പോഴും നമുക്ക് യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച് നല്ല അവബോധമുള്ളവരായി തീരാൻ നമുക്ക് സാധിക്കണം. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമുക്ക് ഈ കൂട്ടായ്മ, അതിൻ്റെ ബലവും അതിൻ്റെ നന്മയും നമുക്ക് വർദ്ധാനമയമാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞ ഈ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ശക്തമായിട്ട് ഓർക്കേണ്ടത്. ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അപ്പോൾ അത് ദൈവത്തോടുള്ള ഭക്തി ഞാൻ പറഞ്ഞു. നമ്മുടെ കുടുംബാംഗങ്ങളോട് നമുക്കൊരു ഭക്തി ആവശ്യമാണ്, അല്ലേ? അവരുടെ നീതി, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ, ഒരു ഭാര്യ എന്നുള്ള നിലയിൽ, ഒരപ്പൻ എന്നുള്ള നിലയിൽ, ഒരു അമ്മ എന്നുള്ള നിലയിൽ, ഒരു കുഞ്ഞെന്നുള്ള നിലയിൽ, നമ്മുടെ സഹോദരങ്ങൾ എന്നുള്ള തലത്തിൽ നമ്മൾ എത്രമാത്രം മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, നമ്മൾ ഒരുമിച്ച് എല്ലാവരും കൂടി സന്ധ്യാപ്രാർത്ഥന നമ്മൾ നടത്തുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനാണല്ലോ. എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അത് ഓർത്തിരിക്കുക.
നമുക്ക് പ്രാർത്ഥനാ സമയത്ത് അപ്പനും അമ്മയും നമ്മളെ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് ഒത്തിരി മറ്റു കാര്യങ്ങളിലാണ് നമ്മൾ വ്യാപൃതരാകുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല. നമ്മളുടെ കുഞ്ഞുങ്ങൾ എത്ര അധ്വാനിച്ചിട്ടും അവരുദ്ദേശിക്കുന്ന അത്ര അവർ നിലയിലേക്ക് വരുന്നില്ല. എന്നാൽ ബാക്കി സമുദായങ്ങളിലെ ആളുകളെ നോക്കിക്കേ, എത്ര മിടുക്കരാണ്, എത്ര സമർത്ഥരാണ്. അത് ദൈവഭക്തിയുടെ ഒരു കാര്യം കൊണ്ടാണ്. ഞാൻ ദൈവത്തിൻ്റെ ആളാണ്. നമ്മളെല്ലാവരും വലിയ മിടുക്കന്മാരായി ദൈവത്തെ നമ്മുടെ ദൈവാലയത്തിൻ്റെ ഉള്ളിൽ തളച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ദൈവത്തെ നമ്മൾ തെരുവീതികളിലേക്ക് കൊണ്ടുവരേണ്ടതായ ഒരു സമയമാണ്. ആ തെരുവീതി എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനായി നിങ്ങൾ പഠിക്കുന്ന സൺഡേ സ്കൂള്, നിങ്ങൾ ഈ കേൾക്കുന്ന വിശുദ്ധ വചനം, നമ്മുടെ ഈ പ്രസംഗം, ഇവയൊക്കെ അതിൻ്റെ ഉള്ളാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ സഹോദരങ്ങളോട് സ്നേഹബുദ്ധിയ നമുക്ക് ഒരു സുവിശേഷകൻ എന്നുള്ള തലത്തിൽ ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ സാധിക്കണം. നമ്മൾ ദൈവം തന്ന അത്ഭുതമാകുന്നുവെന്ന് ഓർക്കുക. അതുപോലെ തന്നെയാണ് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, അല്ലേ? സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ശക്തമാകണം. നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിൽ ഇത് വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ്. കായേൻ മുതൽ തുടങ്ങിയതാണ്, കായേനും ആബേലും മുതൽ തുടങ്ങിയതാണ്. പിന്നീട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ കാണുന്നത് ഈ വഴക്കും ബഹളവും ഒക്കെയാണ്. നമ്മുടെ സഹോദരങ്ങൾ പ്രിയപ്പെടുവാൻ നമുക്ക് സാധിക്കണം. സിബ്ലിങ്സ് എൻവി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സിബ്ലിങ്സ് എൻവി, അതായത് ഉടപ്പിറന്നവർ തമ്മിലുള്ള ഒരു വൈരാഗ്യം, ഒരു മാത്സര്യ ബുദ്ധി. അവനാണോ ഇവനാണോ, ഞാനാണോ നീയാണോ? അതെ, എൻ്റെ സഹോദരൻ, പ്രിയ മക്കളെ, ഞങ്ങളൊക്കെ പഠിക്കുന്ന അവസരത്തിൽ എനിക്കിപ്പോൾ 66 വയസ്സ് കഴിയുന്നു. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ഒരവസരത്തിൽ ഞങ്ങളുടെ ജ്യേഷ്ഠൻ്റെ ഉടുപ്പുകളൊക്കെയാണ് ഞങ്ങൾ ഇടുന്നത്. ജ്യേഷ്ഠൻ ഉപയോഗിച്ച നിക്കറൊക്കെയാണ് പിന്നീട് ഞങ്ങൾക്കായിട്ട് തരുന്നത്. എല്ലായിടത്തെയും കഥ അങ്ങനെ ആയിരുന്നു. ജ്യേഷ്ഠൻ ഉപയോഗിച്ച പുസ്തകമാണ് അനിയന് പുസ്തകമായിട്ട് തരുന്നത്. അതുകൊണ്ട് വലിയ പ്രാർത്ഥനയാണ്, ഞാൻ ജയിക്കുന്നതിനേക്കാൾ ജ്യേഷ്ഠൻ ജയിക്കണം, ജ്യേഷ്ഠൻ ജയിച്ചെങ്കിലേ എനിക്ക് പുസ്തകം കിട്ടത്തുള്ളൂ. വളരെ ബുദ്ധിമുട്ടി. എന്നാൽ അതേസമയം തന്നെ ആ വലിയ സ്നേഹത്തിൽ വളർന്നതുകൊണ്ട് ഇപ്പോഴും ആ സ്നേഹം നിലനിൽക്കുന്നു. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴോ നമ്മളെ ആരും ഞോണ്ടാതിരിക്കാൻ നമുക്ക് ചുറ്റും വലയം നിൽക്കുന്നത് ജ്യേഷ്ഠനും അല്ലെങ്കിൽ പെങ്ങന്മാരും ഒക്കെയാണ്. നമ്മൾ കുഞ്ഞാണ്. അപ്പോൾ നമ്മളെ വളർത്തുന്നതിനകത്ത് ഈ പ്രിയപ്പെട്ടവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ശ്രദ്ധ. ഇന്നിപ്പോൾ എന്താണ്? സ്വന്തം സഹോദരിയെ, ഐ എം വെരി സോറി ടു സേ ദിസ്, ആ മകളെ വിൽക്കുന്നതിന്, ആ മകളുടെ ശരീരം മറ്റുള്ളവരോർക്ക് കൊടുക്കുന്നതിന് ഒരു ധാർമ്മികമായ ചഞ്ചലനവുമില്ലാത്തതായ ആളുകൾ. എങ്ങനെ ഇതുണ്ടായി? നമുക്കതുകൊണ്ട് നമ്മളുടെ ഉടപ്പിറന്നവരെ നമ്മൾ സ്നേഹിക്കണം. അവർ മുതിർന്നവരെന്നുള്ള തലത്തിൽ നമ്മളെ ശാസിക്കാനായിട്ടും നമുക്ക് ചിലപ്പോൾ ചില ഉപദേശങ്ങളൊക്കെ തരാനുമൊക്കെ അവർക്ക് അവകാശമുണ്ട്. അവരത് ചെയ്യട്ടെ. നമ്മുടെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയും നമ്മുടെ സഹോദരങ്ങളെയും ഒക്കെ പ്രിയപ്പെടുവാൻ സ്നേഹമുള്ളവരെ നമുക്ക് കഴിയണം. നമ്മുടെ സഹോദരങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹബന്ധം അത് വളരെ വളരെ വലുതാണ്. ഒരമ്മയ്ക്ക് പെറ്റ മക്കൾ പുല്ലിൽ തൂവിയ തവിട് പോലെ ഒരിക്കലും പിറക്കിയെടുക്കാൻ പറ്റാത്ത മാതിരി ഛിന്ന ഭിന്നമായി പോകുന്ന കാഴ്ച സങ്കടകരമാണ്. അതുണ്ടാവാതിരിക്കാൻ അമ്മമാർ പ്രത്യേകം പ്രാർത്ഥിക്കണം, അപ്പന്മാർ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെല്ലാവരും ഒരേ അരൂപിയിൽ വളർന്നു വരുവാൻ ദൈവം ഇടയാക്കണം. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ ഈ ഭക്തിയുടെ കാര്യമാണ്. നമ്മുടെ അയൽക്കാർ, പ്രകൃതി, അവരോടൊക്കെയുള്ള നമ്മുടെ സ്നേഹബന്ധം അത് സുദൃഢമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അവസാനമായി എനിക്ക് പറയാനുള്ളത് ജൂബിലിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഈ ജൂബിലി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ 75 വർഷത്തിൻ്റെ ആചരണമാണ്.
നമ്മളിവിടെ ഒരു കെട്ടിടം പണിതതിൻ്റെ 75 വർഷമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ പിതാമഹന്മാർ ആരംഭിച്ചതായ ആ സ്നേഹ കൂട്ടായ്മ, അത് ആരംഭിച്ചിട്ട് 75 വർഷമായി എന്നാണ്. ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ നമ്മൾ പല ഭവനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. പക്ഷേ പല ഭവനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ ഒരേ മനസ്സോടുകൂടി നമ്മൾ ഈ ഇടവക ദൈവാലയത്തിൽ ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ ചിതറിക്കാനും ചിന്ന ഭിന്നമാക്കാനും സാത്താൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ചിന്ന ഭിന്നമാക്കാൻ, നമ്മുടെ ഈ ഇടവകയിൽ അതിനൊന്നും നമ്മൾ വശംവദരാകാതെ നമ്മളെ ഐക്യപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ശ്രദ്ധ വേണം. ചില കാര്യങ്ങളൊക്കെ നിസ്സാരമാണ്, അവയൊക്കെ നമുക്ക് തള്ളിക്കളയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മളെ ഒരുമിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഏതെങ്കിലും തരത്തിൽ കുറവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതൊന്നും സാരമാക്കാതിരിക്കുവാൻ പ്രത്യേകം നമുക്ക് ഓർത്തിരിക്കാം. നമ്മുടെ ഈ കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കർത്താവ് ഒരു മനുഷ്യനെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, നാശത്തിൻ്റെ പുത്രനെന്ന്. നിങ്ങൾക്കറിയാം അത് ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്? ആരെക്കുറിച്ചാണ്? നാശത്തിൻ്റെ പുത്രനല്ലാതെ നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടപ്പെട്ടു പോയില്ല. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യൂദായെക്കുറിച്ചാണ് പറഞ്ഞത്. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദ. കർത്താവിനെ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിലാണോ കർത്താവ് ഇത് പറഞ്ഞത്? മക്കളോട് ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല, ഞാൻ തന്നെ ഉത്തരം പറയാം. അല്ല. കർത്താവ് ഏതാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തൻ്റെ ഈ ജീവിതം നമ്മുടെ എല്ലാവരുടെയും യാഗമായി തീരുവാൻ ആഗ്രഹിച്ച് കടന്നു വന്നവനാണ്. അവിടത്തേക്ക് മട്ടുപ്പാവിൽ ജനിക്കാമായിരുന്നു. പക്ഷെ അതല്ല, കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് തൻ്റെ ശരീരത്തിൽ നിൻ്റെയും എൻ്റെയും തലമുറകളുടെയും പാപങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് അവിടുന്ന് ഒരുങ്ങിക്കൊണ്ട് തന്നെയാണ് വന്നത്. എന്തിന്? ഈ യാഗം അർപ്പിക്കുവാൻ. കാരണം പാപങ്ങൾ പരിഹരിക്കുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയാകുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പം അതുകൊണ്ടല്ല കർത്താവ് യൂദാസിനെ കുറിച്ച് അത് പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ടാണ്? ഇനി യൂദാസിന് കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ പറ്റിയോ? പറ്റിയില്ല. കർത്താവ് അതിനുള്ളൊരവസരം കൊടുത്തില്ല. അത്രയ്ക്കും വിശാലനാണ് നമ്മുടെ കർത്താവ്. അവിടുത്തെ പിടിക്കുവാനായിട്ട് ആളുകൾ വന്നപ്പോൾ അവരോട് ചോദിക്കുകയാണ്, പടയാളികളോട്, നിങ്ങൾ ആരെ അന്വേഷിക്കുകയാണ്? നസ്രായനായ യേശു. അത് ഞാൻ തന്നെയാണ്. സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂദാസ് വന്ന് കവള തുമ്മ കൊടുത്തു എന്നുള്ളത് ശരിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കർത്താവിനെ ഒറ്റിക്കൊടുത്തത് കൊണ്ടല്ല, പിന്നെന്താണ്? ഇവൻ കൂട്ടായ്മയിൽ നിന്ന് വിട്ട് കർത്താവ് ഒരുമിച്ച് വരുന്ന ആ സമയങ്ങളിൽ കർത്താവിനോട് ഒരുമിച്ച് ചേരാതെ കൂട്ടായ്മയിൽ നിന്ന് അകന്ന് കഴിഞ്ഞവനാണ്. കണ്ടോ? അപ്പോൾ ഈ കൂട്ടായ്മ വിട്ടുപോകുന്നത് വളരെ അപകടമാണ്. നമ്മുടെ മക്കൾ അവർ നമ്മുടെ കൂട്ടത്തിലല്ലെങ്കിൽ എന്തോ ചെറിയ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളതാണ്. പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ അവൻ മാത്രം വരുന്നില്ലെങ്കിൽ മാതാപിതാക്കൾ ചിന്തിക്കുക എന്തോ ചെറിയ കുഴപ്പമുണ്ട്. കൂട്ടായ്മ ആര് വെറുക്കുന്നോ, കൂട്ടായ്മയെ ആര് അവഗണിക്കുന്നോ, അതൊരു പ്രശ്നമാണ്. നമ്മുടെയൊക്കെ ഈ നാട്ടിൽ കൊമ്പനാനകളും അല്ലേ ഒറ്റയാന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനക്കൂട്ടത്തിൽ ഒരു കൊമ്പനാന, ഒരാൺ ആന, അത് മറ്റൊരു കൊമ്പനാനയുമായി മത്സരിച്ച് ആ കൂട്ടായ്മ ഒന്നിൽ അവിടെ ഈ വലിയ ആനയ്ക്ക് വിധേയനായി കഴിയാം, അല്ലെങ്കിൽ പുറത്തു പോകാം. അങ്ങനെ പുറത്തു പോകുന്ന ആനയുടെ പേരാണ് ഒറ്റയാൻ. ഈ ഒറ്റയാൻ ഭയങ്കര അപകടകാരിയാണ്. ഈ മറ്റ് ആനകൾ നമ്മുടെ പഴമര് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഒരു കൂട്ടമായിട്ടാണ് ആനകൾ വരുന്നതെങ്കിൽ അവർ മേഞ്ഞങ്ങ് പൊക്കോളും, അവരൊന്നും ചെയ്യത്തില്ല. ഒറ്റയാനാണെങ്കിൽ അവൻ കുത്തിക്കീറും, അവനെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു മൃഗത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ സങ്കീർണനായ മനുഷ്യൻ്റെ അവസ്ഥ നാം ഓർക്കണം. അതുകൊണ്ട് മദർ തെരേസ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ.
ഇന്ന് നമ്മളുടെ ഇടയിൽ പട്ടിണി എന്ന് പറയുന്നത് ഭക്ഷണമില്ലാത്തതിൻ്റെ പട്ടിണിയല്ല. പിന്നെന്തിൻ്റെ പട്ടിണിയാണ്? എനിക്കാരുമില്ല എന്നുള്ള തോന്നൽ, എന്നെ ആർക്കും വേണ്ട, എന്നെ ആരും കരുതുന്നില്ല എന്നുള്ള ചിന്ത. നമ്മുടെ പിള്ളേർ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും. അത് മൊബൈൽ കിട്ടാത്തതിൻ്റെ പേരിലൊക്കെയാണ്, അല്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചു, എന്താണ്? അപ്പനോട് പറഞ്ഞു, അപ്പാ എനിക്കൊരു ഏറ്റവും കൂടിയ ടെലിഫോൺ വേണം, മൊബൈൽ, ആപ്പിളിൻ്റെ മൊബൈൽ. അതിനൊക്കെ വേണമെങ്കിൽ 1,00,000 രൂപയുടെ അടുത്തൊക്കെ വേണം. അപ്പം പറഞ്ഞു, എൻ്റെ പൊന്നുവനെ എൻ്റെ പൈസ ഇല്ല. അവൻ പോയി കെട്ടി ഞാൻ ചത്തു. അതേ കയറിൽ തന്നെ അപ്പനും. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ, എന്നെ ഇത്രത്തോളം വളർത്തിയ എൻ്റെ ഒരു അപ്പൻ എന്നോടൊരു കാര്യം പറയുമ്പോൾ എനിക്ക് എന്തുകൊണ്ടത് സ്വീകരിച്ചുകൂടാ? നിങ്ങൾ ദൈവവൈതങ്ങളാണ്, അല്ലാതെ സ്ട്രീറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളല്ല. നിങ്ങൾ ഈ കുടുംബത്തിലെ മക്കളാണ്. എൻ്റെ അപ്പൻ്റെ നൊമ്പരം, എൻ്റെ അമ്മയുടെ നൊമ്പരം എനിക്കറിയണം. അങ്ങനെയാണ് നമ്മൾ ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളാവുന്നത്, അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളാവുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു നല്ല ഉടുപ്പിടാൻ പോലും നമുക്ക് അവസരമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വന്ന മക്കളാണ് നിങ്ങളുടെ അപ്പനും അല്ലെങ്കിൽ നിങ്ങളുടെ വല്യപ്പനും ഒക്കെ. ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു നോക്ക്. നേരം നോക്കി ഭക്ഷണം കഴിക്കാനില്ല, നേരം നോക്കി ഭക്ഷണം കഴിക്കാനില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മളെ വളർത്തിയെടുത്ത് നമ്മുടെ അപ്പനെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മത്സരത്തോടു കൂടി നോക്കുക, ധിക്കാരപരമായിട്ട് ഇടപെടുകയാണ്. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, പുറത്തെ ആളുകൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഈ ഇടവക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൈതങ്ങളാണ്. ഞാൻ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരവസ്ഥ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. നമ്മളതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ഏകാന്തപതീയരായിട്ട് ഒറ്റയാന്മാരായിട്ട് നമ്മൾ പോകരുത്. എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രയാസമോ വിഷമോ, അതൊക്കെ നമ്മളുടെ സ്കൂളിൽ പ്രത്യേകിച്ചും ആരോടെങ്കിലും അല്ല പറയേണ്ടത്, നല്ല അമ്മമാർക്കടുത്തതായ മനസ്സുള്ള അധ്യാപകരോട്, നമ്മുടെ സിസ്റ്റേഴ്സിനോട് ഒക്കെ നമുക്ക് പറയണം. നമ്മുടെ വിഷമങ്ങൾ പരിഹരിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. അതല്ലാതെ നമ്മൾ അവരെ ഇവരെയൊക്കെ നമ്മുടെ ഉള്ളിലെ വികാരങ്ങളോ നമ്മുടെ പ്രയാസങ്ങളോ പറഞ്ഞാൽ അവരത് ദുരുപയോഗിക്കത്തേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം തിരുവല്ലയ്ക്കടുത്ത് പത്തനംതിട്ടയിൽ 64 പേരൊരു കൊച്ചിനെ ഉപദ്രവിച്ചതിൻ്റെ കഥ. 1 2 അല്ല, 64. എന്തൊരു ഭയങ്കരമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇത് നമുക്ക് വരാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സാത്താൻ എപ്പോൾ കയറി പിടിക്കുമെന്ന് നോക്കിയാൽ മതി. സാത്താൻ പിടിച്ചാൽ അവൻ നമ്മളെ കൊണ്ട് കെട്ടേണ്ടിടത്ത് അവൻ കൊണ്ടുപോയി കെട്ടും. അതിനുള്ള വക കൊടുക്കരുത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള വിദ്വേഷം, അല്ലേ? ചില പിള്ളേർ ഭയങ്കര വിദ്വേഷമാണ്, ഒരിക്കലും ചിരിക്കത്തില്ല. എന്തൊക്കെയോ ആരോടോ വലിയ മറുതലിപ്പിൻ്റെ ഒരു അനുഭവം. അങ്ങനെയല്ല മക്കളെ, അങ്ങനെ ആവരുത്. നമ്മൾ കണ്ണാടിയിൽ ഒന്ന് കണ്ണാടിയിൽ നോക്കണം, ഞാൻ എങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ്. നമ്മൾ എല്ലാവരെയും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉള്ളിൻ്റെ സന്തോഷമാണ് അതവരെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അതവർക്ക് അവരവിടെ ആയിരിക്കുന്നതിലുള്ള സന്തോഷമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒരു 25 വർഷം കൂടെ കഴിയുമ്പോൾ നമ്മൾ ശതാബ്ദിയാവും. നമ്മുടെ പുനരൈക്യത്തിൻ്റെ ശതാബ്ദിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിൻ്റെ സമയങ്ങളും കൂടിയാണ്. ആ പുനരൈക്യത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ നമുക്കിങ്ങനെ ഒരു ഇടവക ദൈവാലയം ഈ കുറുമല പ്രദേശത്തുണ്ടാകുവാൻ ദൈവം കനിഞ്ഞതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ സജീവമായി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഞാൻ ഒന്നാമതായി നമ്മുടെ വൈദികരെക്കുറിച്ച്, നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ച്, നമ്മുടെ ഈ ഇടവകയിൽ നമുക്ക് നേതൃത്വം നൽകിയവരെക്കുറിച്ച് നന്ദിയോടുകൂടി ഓർക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിത്തുകളെ പ്രതിയുള്ള ആ തിരുനാളിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സന്ദേശമായിട്ട് അവൻ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണ വർഷിക്കും എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഓർത്തിരിക്കാം. കരുണയായിരിക്കുവാൻ
ഭക്തനായിരിക്കുവാൻ, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കുവാൻ, ആരാധന കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു അവസ്ഥ. മറ്റുള്ളവരോട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായല്ലോ. മക്കളെ, നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ ആരാധന സമൂഹം ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തീരുന്നു. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ധാരാളം ദൈവവിളികൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയായിട്ട് ഈ ജൂബിലി സമയം തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.